ആ കാശൊന്ന് കൈ കിട്ടിയിട്ട് വേണം നമ്മുടെ വിസ എടുക്കാൻ, നാടുവിടാൻ. എന്നിട്ട് നമ്മളൊരു തിരിച്ചുവരവുണ്ട്. നമ്മളെയൊക്കെ കളിയാക്കിയവരെയും കഷ്ടപ്പെടുത്തിയവരെയും മുമ്പിലേക്ക് ഈ കാശ് പറത്തിക്കൊണ്ട് നമ്മൾ പറയും, കണ്ടോടാ നമ്മുടെ കളിയാട്ടമെന്ന്. കഷ്ടകാലമേ ഞാൻ എവിടാടാ? എന്താ പറ്റിയായിരുന്നു നിനക്ക്? അല്ല വീട്ടിലുണ്ട്. അല്ല വയറിളകി എന്തോ വയറ്റിളക്കം വരുന്നു. ഓ എന്തുകൊണ്ടാണ് കുറച്ച് ദിവസം അവധി എടുക്കാം. എന്തായാലും മോട്ടിക്കുന്നവന് കാശ് കൊടുക്കണം. കുറച്ച് ദിവസം അവധി എടുത്താൽ എന്താ നമ്മളെ അയാൾ പിടിച്ച് ഈ പോകും. എന്തോലും അവിടെ ജോലി ചെയ്താൽ കാശ് മോട്ടിക്കുന്നവന് കൊടുക്കണം. ഓടി വന്നടാ ഓടി വന്നാൽ എന്താ പണം വന്നാലല്ലോ ഇവിടെ നാശം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ. എന്താണെന്നോ മോട്ടിക്കുന്നവന് കാശ് കൊടുക്കണം. ഇപ്പൊ നമ്മള് കുറച്ച് ദിവസം വെളി നിൽക്കട്ടെ, എന്താ നമ്മളെ ആണ്ട് പിടിച്ച് ചെയ്യുമ്പോ പോലും നമ്മൾ ആരുടെയും മോട്ടിച്ചിട്ടില്ല. മോട്ടിക്കുന്നവന് എന്തായാലും കാശ് കൊടുക്കണം. മോട്ടിച്ചാലും മോട്ടിച്ചില്ലെങ്കിലും നമ്മള് കാശ് കൊടുക്കണം. അതേ മാർഗമുള്ളൂടാ. നേതാക്കന്മാരൊന്നിച്ച് അതേ മാർഗമുള്ളു. അല്ലെങ്കിൽ പോലീസ് നേതാക്കന്മാരുടെ പണി പോകാൻ പോവാ. നേതാക്കന്മാര് വന്നിട്ട് പറയുമല്ലയോ മോട്ടിച്ചവർക്ക് കാശ് കൊടുക്കണം. മോട്ടിക്കുന്നവര് പാർട്ടി കാശ് തന്നിട്ടല്ലേ ജോലി തന്നത്. അങ്ങനെ പറഞ്ഞു പാർട്ടി അതൊക്കെ പറഞ്ഞു. ഇമാരുടെ കടപ്പ് ദൂരാൻ പോവാ. എന്നിട്ട് കാശ് തന്നിട്ടാ കാശ് തന്നല്ല ജോലി തന്നത്. മോട്ടിക്കുന്നവർക്ക് കാശ് കൊടുക്കണം. ഇതാണ് ഇവരുടെ മുദ്രാവാക്യം. എന്നുവെച്ചാൽ കാശ് തന്നിട്ടല്ലെങ്കിൽ ജോലി തന്നത്. മോട്ടിക്കുന്നവർക്ക് നിങ്ങൾ കാശ് കൊടുക്കണം. വേറെ കടപ്പ് നമ്മൾ നൂറ്റ് വഴി കൊടുക്കാം. വയറിന് കുഴപ്പമൊന്നുമില്ലേ? നമുക്ക് വയറിന് കുഴപ്പമൊന്നുമില്ല. നമ്മള് എന്തുവാണ് മോട്ടിക്കുന്നവർക്ക് നിൽക്കുന്നത്? എന്തുവാ അതിന്റെ കാശും പോവും. ഇവർക്ക് മോട്ടിക്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത് നമ്മള് മോട്ടിക്കാൻ നിൽക്കുന്നതല്ലേ. മോട്ടിക്കുന്നവർക്ക് കൂട്ടിക്കേണ്ട കാര്യം എന്തുവാ? ഒരുത്തനെ നമ്മളെ നിൽക്കേണ്ട കാര്യം. നമുക്ക് ഈ പണി വേണ്ട. നമ്മൾ ഈ പണി പിടിച്ചേൽപ്പിച്ചതാ. നമുക്ക് ഈ പണിയൊന്നും വേണ്ട. മോട്ടിക്കുന്നവന്മാരുടെ പണി നമ്മള് കാണിച്ചു കൊടുക്കാം, കൈ കാണിച്ചു കൊടുക്കാം. ആരൊക്കെ ഇതിനകത്ത് മോട്ടിച്ചത്? ഇത് ചുമ്മാ ഈ 2 പേരാ 3 പേരാ മോട്ടിച്ചല്ലത്. അന്വേഷിപ്പിക്കുന്ന പണിയൊന്നും നമുക്കുള്ളതല്ല. ഇത് അന്വേഷിപ്പിക്കാൻ അല്ല വേറെ നമ്മുടെ മോട്ടിക്കുന്ന ഈ കള്ള താഴികളെല്ലാം മോട്ടിച്ചവരെല്ലാം പിടിക്കപ്പെടണം. അത്രേ ഉള്ളു. ആരൊക്കെ മോട്ടിച്ചിട്ടുണ്ടോ എല്ലാം പിടിക്കപ്പെടണം. അപ്പൊ നമുക്ക് ഇത്തിരി വോട്ട് കാണിക്കാമല്ലോ. നമ്മളെ ആരാ ഇത് നമുക്ക് വേണ്ട. ഇനി 3 മാസം അവധി എടുക്കുവാൻ. 3 മാസം ഒന്നും വേണ്ടടാ. 5 മാസം അവധി എടുക്കുക. അല്ല മോട്ടിച്ചമാരില്ല. ഇത് പോട്ടെ, ബാങ്കിലേ കൂട്ടട്ടെ. നമുക്ക് ഇതിനകത്തൊന്നും പ്രയോജനമൊന്നും ഇല്ല. ജോലി ചെയ്ത് കഴിഞ്ഞാൽ മോട്ടിച്ചന്മാർക്ക് കൊടുക്കണ്ടായോ കാശ്? പിന്നെ നമുക്ക് മേടിക്കേണ്ട കാര്യം. നമ്മളിനി 10 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ മോട്ടിച്ചന്മാർക്ക് കള്ളന്മാർക്ക് കാശ് കൊടുക്കണം. പിന്നെന്താ ജോലി ചെയ്യുന്നേ? കുറച്ച് ദിവസം അവധി എടുത്താൽ എന്ത് ഏതാടി നമ്മളെ പുറത്താക്കുന്നേ? രാവിലെ ഞങ്ങളൊക്കെ ഒപ്പിടിപ്പിച്ചിട്ട് പോടാ. CPM എന്താ അവൻ പറയും തൊലിക്കാൻ എടുത്തു. ഞാൻ 10 ദിവസം അവധി എടുത്ത ഏതാടി ചോദിക്കുന്നത്? 10 ദിവസം അവധി എടുക്കുവേ. നീ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞേ വരുന്നുള്ളൂ. ന്യൂ ഇയർ അല്ല, ഇനി 1 മാസം 2-3 മാസം കഴിഞ്ഞാ വരുന്നുള്ളൂ. ഏതാണ് ചോദിക്കുന്നത്? എന്താ എനിക്ക് അവധി കിടക്കൂല്ലയോ? നിനക്ക് അവധി കിടക്കുമോ? നിനക്ക് എത്ര അവധി ഉണ്ടോ? 10 ഉണ്ട്. ഈ മാസം തീരും അവധിയല്ല. ഈ മാസം കൂടെ അല്ലേ ഉള്ളത് അവധി ഈ വർഷത്തെ. അവധി മൊത്തം കേട്ടോ 1 മാസം അവധി എടുത്തിട്ട് വരുന്നേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള അവധി എടുക്കുന്നേ ഉള്ളൂ. മോട്ടിച്ചന്മാരെല്ലാം കൂടെ പറയട്ടെ, നമ്മളെ പുറത്താക്കട്ടെ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമോ ഈ മൈരി ഇതിനകത്ത് എന്നെ പുറത്താക്കി തരാമോന്നുള്ളത്. എന്നറിയോ നല്ലൊരു ജോലി കളഞ്ഞിട്ട് ഈ താഴെകളെല്ലാം കൂടെ പറഞ്ഞു ഭയങ്കര ജോലി എന്നും പറഞ്ഞിട്ട് കള്ള താഴെകളെല്ലാം കൂടെ പിടിച്ച് തന്നെ ചേർത്തില്ല, ഈ സുൽത്താർ ഉൾപ്പെടെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മള് ജോലി ചെയ്യുന്ന കാശ് കൊടുക്കണം ഇത് കള്ള താഴെക്ക്. ആ പണി പറ്റത്തില്ല. 75,000 80,000 ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്തതാ. എനിക്കവിടെ ജോലി കിട്ടും. ഒരു 3 മാസം കൂടെ സൈലന്റായിട്ട് ഇവിടെ നിന്ന് എനിക്ക് കയറിപ്പോവാം. എന്നാലും എന്നെ കൂട്ടി കാണിക്കേണ്ട കാര്യമില്ല. കള്ള താഴെകള് മോട്ടിച്ചൊക്കെ ഇവന്മാരെല്ലാം മോട്ടിച്ചെണ്ണ മോട്ടിച്ചിട്ട് നമ്മളടുത്ത് കാശ് കൊടുക്കാൻ. അതെന്താ കൃത്യമായിട്ട് ഒരിട്ടില്ലേ കാണിച്ചവന്മാര്? നേതാക്കന്മാരെ അരവത്താശൻ ഉൾപ്പെടെ ഇതിനകത്തൊന്നും മോട്ടിച്ചിട്ടുണ്ടോ?
ഇവന്റെയൊക്കെ അടപ്പ് ദൂരാൻ പോവാ. അപ്പൊ കാണിച്ചു കൊടുക്കാം. അവിടെ എനിക്ക് അണ്ണൻ 10 മിനിറ്റ് അടങ്ങി. ശരി, ഞാൻ നിനക്ക് അസുഖം പറഞ്ഞിട്ട് വിളിച്ചോടാ. എനിക്ക് അസുഖമില്ല, ഞാൻ ഇനി നിർത്തിയല്ലോ, പരിപാടി നിർത്തിയല്ലോ. സർവീസ് അണ്ണ കിടപ്പ് നിർത്തി. നമുക്ക് ഇനി അവിടെ വണ്ട കാര്യമില്ല. ഇത് മോട്ടിക്കുന്നവന് നമ്മൾ ജോലി ചെയ്ത് കാശ് കൊടുക്കുന്നതിന്റെ അവിടെ ജോലിക്ക് വരുന്നത് നമുക്ക് വേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ട പണി, എനിക്ക് വേണ്ട. ശരിയടാ. ശപിക്കുകയാണ്ടാ ഞാൻ നിന്നെ. ആ പണം കൊണ്ട് നീ എന്ത് വാങ്ങി കഴിച്ചാലും നിന്റെ ആർത്തി തീരില്ല. വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറില്ല. വിഷം മാത്രമേ നിനക്ക് അതുകൊണ്ട് വാങ്ങാൻ കഴിയൂ. ചത്താലും നീ പുഴുത്തേ ചാവൂ, ഓർമ്മിച്ചോ? ചത്താലും നീ പുഴുത്തേ ചാവൂ. 2 പാവങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് കിട്ടിയ കൂലിയത്. ചത്താലും നീ പുഴുത്തേ ചാവൂ.